കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ശരീരത്തിലെ ചൂട് കൂടിയാൽ ഏതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്? ഉത്തരം മലബന്ധം. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. അമിതവണ്ണം കുറയ്ക്കാൻ ഉത്തമമായത് ഏത്? ഉത്തരം ചിയ വിത്ത്. ശരീരത്തിലെ അധികമായ എണ്ണയെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന നാരുകളടങ്ങിയ ഭക്ഷണം ഏതെല്ലാം? ഉത്തരം പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ. പച്ചനെല്ലിക്ക നീരും പച്ചമഞ്ഞൾ നീരും സമം ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഏത് രോഗത്തിൻ്റെ തീവ്രത കുറയും? ഉത്തരം പ്രമേഹം. മുഖസൗന്ദര്യം വർദ്ധിക്കാൻ ഏറ്റവും ഉത്തമമായത് ഏത്? ഉത്തരം നന്നായി പഴുത്ത തക്കാളിയുടെ നീരും സമം തേനും ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. കുടയും ചെരുപ്പുമില്ലാതെ നടക്കുന്ന ചക്രദത്തം അനുശാസിക്കുന്ന ഏറ്റവും ഉത്തമമായ വ്യായാമം ഏത് രോഗത്തിന് ഗുണകരമാണ്? ഉത്തരം പ്രമേഹം. പോത്തിറച്ചിയോടുകൂടി കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ ഏതെല്ലാം? ഉത്തരം പാൽ, തേൻ, ഉഴുന്ന്, സസ്യങ്ങളുടെ മുളകൾ, മുള്ളങ്കി, ശർക്കര എന്നിവ. കൈതച്ചക്കയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണവസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം ഉഴുന്ന്, തൈര്, തേൻ, നെയ്യ് എന്നിവ. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. നിലക്കടല കഴിച്ചതിന് ശേഷം ഏത് പാനീയം കുടിക്കാൻ പാടില്ല? ഉത്തരം വെള്ളം. കോഴിമുട്ടയെ അപേക്ഷിച്ച് താറാവ് മുട്ടയിൽ എന്തിൻ്റെ ഉയർന്ന സാന്ദ്രതയുണ്ട്? ഉത്തരം ഒമേഗ-3 ഫാറ്റി ആസിഡ്. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. എണ്ണ, നെയ്യ്, തൈര്, തേങ്ങ, മാംസം, പഞ്ചസാര, ശർക്കര, പൂവൻ പഴം, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ഏത് രോഗത്തിനാണ് കഴിക്കാൻ പാടില്ലാത്തത്? ഉത്തരം പ്രമേഹം. ആട്ടിൻ മാംസം, പോത്തിറച്ചി ഇവയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണവസ്തു ഏതെല്ലാം? ഉത്തരം എള്ള്, തേൻ, ഉഴുന്ന് എന്നിവ. കൂൺ ഏത് എണ്ണ ചേർത്ത് പാകം ചെയ്യാൻ പാടില്ല? കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ഗോതമ്പിൻ്റെ കൂടെ ഏത് എണ്ണയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ഉത്തരം എള്ളെണ്ണ. ഭക്ഷണപദാർത്ഥങ്ങൾ അമിതമായി ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന അക്രിലാമൈഡ് എന്ത് ഘടകമാണ്? ഉത്തരം അർബുദം. ചായ അമിതമായി തിളപ്പിക്കുന്നതിലൂടെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ട് കാർസിനോജൻ ഉണ്ടാകും. ഇത് ഏത് രോഗത്തിന് കാരണമാകും? ഉത്തരം ക്യാൻസർ. കള്ള്, ബ്രാൻഡി എന്നീ മദ്യവസ്തുക്കൾ അമിതമായി കഴിച്ചാൽ വീര്യം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഏത്? ഉത്തരം ചെറുനാരങ്ങയുടെ ഇലയും കോവിൽ ഇലയുടെയും നീരെടുത്ത് സേവിക്കുക. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. കടും പച്ച നിറത്തിലുള്ള ഇലക്കറികളായ ചീര, കാലെ, കൊളറ്റ് എന്നീ കാൽസ്യം നിറഞ്ഞ ഇലക്കറികൾ എന്തിന് ഗുണം ചെയ്യുന്നു? ഉത്തരം എല്ലുകളുടെ ആരോഗ്യത്തിന്. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. സ്ത്രീ അത്യാഗ്രഹിയാണെങ്കിൽ വീട് ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ലെന്ന് ആര് പറയുന്നു? ഉത്തരം ചാണക്യൻ.
കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. പതിവായി ഭക്ഷണത്തിൽ ഏത് ചേർത്ത് കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു? ഉത്തരം വെണ്ണ. കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭപാത്ര പ്രശ്നങ്ങൾ, അമിതാർത്തവം, അല്പാർത്തവം, വെള്ളപ്പോക്ക് എന്നിവയ്ക്ക് പ്രയോജനമായത് ഏത്? ഉത്തരം വാഴക്കൂമ്പ് കൊണ്ടുള്ള ഭക്ഷണം. ഏത് സസ്യത്തിൽ നിന്നാണ് കായം ലഭിക്കുന്നത്? ഉത്തരം ഫെറുല അസഫോയിറ്റഡ്. വയറിളക്കത്തിന് ഒരു ഒറ്റമൂലി എന്ത്? ഉത്തരം കട്ടൻ ചായയിൽ നാരങ്ങാനീരും അല്പം ഉപ്പും ചേർത്ത് കഴിക്കുക. പാലിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ചൂടാക്കുമ്പോൾ പാലിന് മഞ്ഞനിറം വരികയും ചെറിയ കയ്പുരുചിയും കയ്യിലുരയ്ക്കുമ്പോൾ വഴുവഴുപ്പുണ്ടെങ്കിൽ അത് സിന്തറ്റിക് വസ്തുക്കൾ അടങ്ങിയതാണ്. കൂവളത്തിൻ്റെ തളിരില അരച്ച് പിഴിഞ്ഞ് നീര് ദിവസവും കുടിച്ചാൽ എന്തിന് ഗുണം കിട്ടും? ഉത്തരം ഓർമ്മശക്തി. കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ചീത്ത കൊളസ്ട്രോൾ വിശപ്പ് കുറയ്ക്കാൻ ഉത്തമമായത് ഏത് വിത്താണ്? ഉത്തരം ചിയ വിത്ത്. ഇഞ്ചിയും മല്ലിയും ചേർത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കുന്നത് എന്തിന് ഗുണം ചെയ്യും? ഉത്തരം കൊളസ്ട്രോൾ കുറയ്ക്കും. കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. പ്രായമായവരിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുന്നതിന് ഏത് പച്ചക്കറിയാണ് ഗുണകരം? ഉത്തരം ബീറ്റ്റൂട്ട്. പ്രഷർ കുക്കറിൽ എന്തു പാകം ചെയ്യുമ്പോഴാണ് ഹാനികരമായ അക്രിലാമൈഡ് എന്ന വിഷാംശം ഉണ്ടാകുന്നത്? ഉത്തരം അരി. അർബുദത്തിന് സാധ്യത. തൈരിനോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം തേൻ, നെയ്യ്, ഉഴുന്ന്, ശർക്കര. കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.